ഭയങ്കര നാണാട്ടോ. എപ്പോഴും അതിന്റെ ഇടയിൽ വേറെ ഡ്യൂട്ടി വന്നതാണ്. ജോൺസീനും ഭയങ്കര സംഭവമാണ്. അന്ന സമയം തൊട്ടേ കാണുന്നത്. അല്ല, എനിക്ക് ഏറ്റവും അത്ഭുതം സിനിമാക്കാരെ പണ്ട് മുതലേ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാ, എന്നിട്ടും ഇപ്പൊ നാണം മാറിയിട്ടില്ല. അപ്പൊ എന്താണ് ചെറിയ തലമുറയുടെ കൂടെയൊക്കെ ഭയങ്കര അതിലും നല്ല യുവത്വം തുളുമ്പുന്ന ഒരു ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. അപ്പൊ എന്താണ് പറയാനുള്ളത് ഇവരെ കുറിച്ച്? ഒരുപാട് വലിയ സന്തോഷം. കാരണം ഈ വരുന്ന പുതിയ പുതിയ ആൾക്കാരുടെ കൂടെയും വർക്ക് ചെയ്യാൻ നമുക്ക് ഇപ്പോഴും പറ്റുക എന്ന് പറയുന്നതല്ലേ വലിയൊരു കാര്യം. അതെ, തീർച്ചയായിട്ടും ഇവരുടെ എനർജി അവരെക്കാട്ടിലും എനർജിയാണ്. ബാക്കി എനർജി ഇവരുടെ ഇന്ന് നമ്മൾ ഊറ്റിയെടുക്കും. അതെ. ഇപ്പൊ ഈ നിക്ക് ഇങ്ങോട്ട് നിക്ക്. അപ്പൊ ഇവരുടെ ഇപ്പൊ ഈ കഥയൊക്കെ കേട്ടോ? എങ്ങനെ? അങ്ങനെ ഫുള്ളായിട്ട് കേട്ടിട്ടില്ല, ചെറിയൊരു ത്രെഡ് മാത്രമേ കേട്ടിട്ടുള്ളൂ. പിന്നെ ജനങ്ങൾക്ക് എപ്പോഴും സിനിമയ്ക്കുള്ളിലെ സംഭവങ്ങൾ കേൾക്കാനും കാണാനും ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ എപ്പോഴും സിനിമ എന്ന് പറയുന്നത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് എല്ലായിടത്തും. അതുകൊണ്ട് ഈ സിനിമയ്ക്കുള്ളിലെ സംഭവങ്ങളും സിനിമയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഉറപ്പായിട്ടും ഇഷ്ടമാണ് അതൊക്കെ കാണാനും കേൾക്കാനും. ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും പറയുന്നു സിനിമയ്ക്കുള്ളിൽ വൻ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ഒരു സിനിമ എന്നൊക്കെ പറയുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാവും. സിനിമാ താരങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഉടനെ മനസ്സിൽ വരുന്ന കുറെ ക്വസ്റ്റ്യൻസ്, അതിനൊക്കെ ആൻസർ ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. ശരിയാണോ? എനിക്കറിയില്ല, ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് കേൾക്കാത്തതുകൊണ്ട് ഞാൻ ഇവരോട് ചോദിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ പാവങ്ങള് അവര് തുടക്കത്തിൽ തന്നെ നുള്ളിക്കളയുന്നല്ലോ. സിനിമയിൽ എന്ത് വിവാദം? ഒരു വിവാദവും ഇല്ല. നമ്മളൊക്കെ എപ്പോഴും ഇവിടെ തന്നെ നിന്ന് സന്തോഷമായി ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും ഇത് തന്നെയാണ്, എന്നെ സംബന്ധിച്ച് ഇത് തന്നെയാണ് എൻ്റെ തൊഴില്. ഇത് തന്നെയാണ് ഇത്രയും വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ആളുകളുടെ സ്നേഹവും ഇഷ്ടവും ഒക്കെ അന്നും ഇന്നും ഒക്കെ ഒരേപോലെ കിട്ടുന്നത് കൊണ്ടാണ് ഇന്നും ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ശരിക്കും ഹാപ്പിയാണ്. നമ്മൾ ഈ മേഖലയിൽ പല പ്രശ്നങ്ങൾ, എല്ലാ മേഖലയിലും ഉള്ള പോലെ പല പ്രശ്നങ്ങളും. എൻ്റെ ജോലി മാത്രമായത് ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ കഥാപാത്രമായി മാറുന്നു. അത് കഴിഞ്ഞ് സാധാരണ ഒരു വീട്ടമ്മയാണ്, 2 പെൺകുട്ടികളുടെ അമ്മയാണ്. എൻ്റെ വീട്ടിലെ കാര്യം, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ബാക്കി സമയം പോകും. ജോലി ചെയ്യാൻ വരുമ്പോൾ ജോലി എല്ലാ ജോലിയെ പോലെ അത്രേ ഉള്ളൂ. ശരിക്കും ഇതായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ഒരു പേടിയും ഒരു സംശയങ്ങളും ഒക്കെ ഉള്ള ഒരു കാലഘട്ടമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വാർത്തകൾ മൊത്തം സ്പ്രെഡ് ചെയ്യുന്നത് നെഗറ്റീവാണ് എപ്പോഴും കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. അതിപ്പോൾ ഇത് മാത്രമല്ലല്ലോ, ഏത് കാര്യവും നെഗറ്റീവായ കാര്യങ്ങളില്ലേ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നത്. പോസിറ്റീവ് സ്പ്രെഡ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടെടുക്കും, കുറച്ച് സമയമെടുക്കും. പക്ഷെ എന്തായാലും പോസിറ്റീവിന് വിജയം ഉണ്ടാവും. ഈ ടീമിന് അപ്പം ഒത്തിരി സജഷൻസും അവരൊക്കെ അഭിനയം പഠിക്കുന്ന ആൾക്കാരാണ്, അതായത് തുടക്കം ആയതുകൊണ്ട് തന്നെ. അപ്പോൾ എന്തായാലും നല്ലൊരു ഹെൽപ്പൊക്കെ ആവട്ടെ ചേച്ചിയുടെ. നമ്മുടെ ഇപ്പോൾ സിനിമാ താരങ്ങൾ എന്ന് പറഞ്ഞാൽ പുതിയ മൂവി തുടങ്ങാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ പൂജ കഴിഞ്ഞു. അതിന് നായകനാണല്ലേ? ഓക്കെ, ആരും അറിയപ്പെടാതെ അവിടെ അങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്ന് ഒരു നായകനെ കണ്ടപ്പോൾ ഞങ്ങളൊക്കെ നേട്ടി. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്താണ് പ്രതീക്ഷ? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഒരുപാട് ആഗ്രഹമുണ്ട് ഇതിന് പിന്നാലെ. ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും അഭിനയത്തിൻ്റെ മോഹമായിട്ട് ഞാൻ നടന്നിരുന്നു. അപ്പം ഇങ്ങനെ നോർമലായിട്ട് നമ്മളൊരു ഓഡീഷൻ, അങ്ങനെ ഒരു കാസ്റ്റിംഗ് കോൾ കണ്ടിട്ടാണ് ഞാൻ നിതീഷ് ഏട്ടനെ കോൺടാക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് അവിചാരിതമായാണ് ഞാൻ എത്തുന്നത്. എന്നിട്ട് നിതീഷ് ഏട്ടനാണ് എന്നിൽ അർപ്പിച്ച വിശ്വാസം. എനിക്ക് നല്ലൊരു ക്യാരക്ടർ തന്നു. ഞാൻ ഏറ്റവും എന്നെ കൊണ്ടാവുന്നതിലും മികച്ചതാക്കുവാൻ ശ്രമിക്കും. അപ്പോൾ എന്തായാലും ഒരു വലിയ വിജയത്തിലേക്ക് ആ സിനിമ വരട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു.